ദുബായിൽ ട്രക്ക് ഡ്രൈവിംഗ് ജോലി കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. RTA റോഡ് ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഹെവി വെഹിക്കിൾ ലൈസൻസ് കിട്ടും. 2026 ട്രെൻഡ് അനുസരിച്ച് ദുബായിൽ ഒരു ട്രക്ക് ഡ്രൈവർ മാസത്തിൽ 2500 dirhams നിന്ന് 4000 dirhams വരെ ബേസിക് സാലറി ഉണ്ടാകും. നിങ്ങൾ 2026 ദുബായിൽ ഒരു ഹെവി വെഹിക്കിൾ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഗൈഡാണ്. സോ ദുബായിൽ ട്രക്ക് ഡ്രൈവിംഗ് ജോലി കിട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കൃത്യമായ ചില ലീഗൽ റിക്വയർമെന്റ്സ്, ലൈസൻസ് പ്രോസസ്, പിന്നെ നിങ്ങൾ നിർബന്ധമായുള്ള അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അത് എന്താന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ആദ്യമായി ദുബായിൽ ട്രക്ക് ഡ്രൈവർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണ് എന്നിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മിനിമം 21 years ഏജ് തിരഞ്ഞെടുക്കണം. ഇതാണ് UAEയിൽ ന്യായം. സോ കൂടെ വാലിഡായ പാസ്പോർട്ടും പിന്നെ നല്ല ഫിറ്റ്നസ് ടെസ്റ്റും അലേർട്ട്നെസ്സും നിർബന്ധമാണ്. ബേസിക്കായ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കണം. ഇൻസ്ട്രക്ഷൻ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് വാലിഡായ UAE വർക്ക് വിസ ഉണ്ടായിരിക്കണം. ടൂറിസം വിസ വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ദുബായിൽ ട്രക്ക് ഓടിക്കാൻ ഹെവി വെഹിക്കിൾ ലൈസൻസ് അല്ലെങ്കിൽ കാറ്റഗറി 4 ലൈസൻസ് നിർബന്ധമാണ്. ഇതിന്റെ പ്രോസസ് കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. അത് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ RTAയുടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ രജിസ്റ്റർ ചെയ്യണം. എക്സാമ്പിൾ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും. അവിടെ തിയറി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് റോഡ് റൂൾസ് മനസ്സിലാക്കണം. എന്നിട്ട് RTA തിയറി ടെസ്റ്റ് പാസ്സാകണം. അതിനുശേഷം ട്രക്ക് ഹാൻഡ്ലിങ്ങിൽ നല്ല രീതിയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കണം. അത് നമുക്ക് നല്ല ലാഭിക്കും. അവസാനം നിങ്ങൾ RTA റോഡ് ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഹെവി വെഹിക്കിൾ ലൈസൻസ് കിട്ടും. നിങ്ങൾക്ക് നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ വാലിഡ് ലൈസൻസും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഈ പ്രോസസ് കുറച്ചുകൂടി സ്പീഡാവും. പിന്നെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് കമ്പനികളിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ജോബ് ഉണ്ടാകും. ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ് ഇങ്ങനെ പറയുന്ന ഓൺലൈൻ പോർട്ടൽസ് വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. കമ്പനി വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് നല്ലതാണോ എന്നിട്ട് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ദുബായിലുണ്ടെങ്കിൽ അവരുടെ റെഫറലിൽ ജോലിയിൽ കയറുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി സാലറിയുടെ കാര്യം പറയട്ടെ. 2026 ട്രെൻഡ് അനുസരിച്ച് ദുബായിൽ ഒരു ട്രക്ക് ഡ്രൈവർ മാസത്തിൽ 2500 dirhams നിന്ന് 4000 dirhams വരെ ബേസിക് സാലറി ഉണ്ടാകും. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസും കമ്പനിയും അനുസരിച്ച് മാറും. ഇതിനു പുറം ധാരാളം കമ്പനികൾ ഫ്രീ അക്കോമഡേഷൻ, ഓവർടൈം പേ, ഫുഡ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, പിന്നെ വർഷത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സും കൊടുക്കും. ഫേക്ക് ഏജൻസ് ദുബായിൽ ഉണ്ടാകും. അവരിനെ അറിഞ്ഞിട്ട് സൂക്ഷിക്കണം. ജോബ് ഓഫറിന് മുൻപ് പൈസ കേട്ടാൽ വിശ്വസിക്കണ്ട. കോൺട്രാക്ട് ജോബ് ഓഫർ കിട്ടിയാൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ മാത്രം സൈൻ ചെയ്താൽ മതി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ലൈസൻസും വിസവും ഇല്ലാത്ത ഒരു കാലം ജോലി ചെയ്യാൻ നിൽക്കതില്ല. UAEയിൽ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഫർട്ട് എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ദുബായിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലോജിസ്റ്റിക്കൽ ഫ്രണ്ട്സ് ഉണ്ടായെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യും. ദുബായ് ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്